കറികാട്ടിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ കപ്പ ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. കപ്പയും ബീഫും കൊണ്ട് ഒരു അടിപൊളി ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കപ്പ ബിരിയാണി തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് ബീഫ് കുക്ക് ചെയ്തെടുക്കാം. 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ബീഫ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ക്ലീൻ ചെയ്യാനായിട്ട് കുറച്ച് മൈദയോ ഉപ്പോ നാരങ്ങ നീരോ ഏതെങ്കിലും ഒഴിച്ച് ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ടതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കാം. കുക്കറിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഏറ്റവും എളുപ്പം. ബീഫ് നല്ല വേഗമുള്ളതാണല്ലോ, അപ്പോൾ കുക്കറിൽ കുക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് വെന്ത് സോഫ്റ്റായി കിട്ടും. കപ്പ ബിരിയാണി തയ്യാറാക്കാനായിട്ട് ബീഫ് വാങ്ങിക്കുമ്പോൾ കുറച്ച് എല്ലോട് കൂടിയ പോർഷനും കുറച്ച് ഫാറ്റും കൂടി ഇട്ട് വാങ്ങിക്കുന്നതാണ് നല്ലത്. അപ്പോഴാണ് അതിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ എല്ലുള്ള പീസൊക്കെ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കൊടുക്കണം. ഇതുപോലെ കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ ബിരിയാണിക്കൊക്കെ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും വലിയ പീസായിട്ടല്ലേ കട്ട് ചെയ്യുന്നത്. അത് ചിക്കൻ ആയാലും മട്ടൻ ആയാലും ബീഫ് ബിരിയാണിക്കായാലും കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഒരു 20 അല്ലി വെളുത്തുള്ളി 2ആയിട്ട് കീറിയതാണ്. 2 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി ഇതേപോലെ നീളത്തിലരിഞ്ഞ് അതുകൂടി ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ കുരുമുളക് നന്നായിട്ട് പൊടിച്ചെടുക്കണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. അതിനാണ് ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ആ കുരുമുളകിന്റെ മണമെല്ലാം മുന്നിട്ട് നിൽക്കും. 1 ടീസ്പൂൺ ഉപ്പുപൊടിയാണ്. ഒരു 10 ചെറിയ ഉള്ളി 2ആയിട്ട് അരിഞ്ഞതാണ്. ഒരു ചെറിയ സവാള അരിഞ്ഞ് ഇതിൽ കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. മുൻപെല്ലാം മലയോര ക്രിസ്ത്യൻ കുടുംബങ്ങളിലാണ് കപ്പ ബിരിയാണി തയ്യാറാക്കിയിരുന്നത്. എല്ലും കപ്പ എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ ബീഫ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇതൊരു പ്രിയപ്പെട്ട വിഭവം തന്നെയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 10 മിനിറ്റ് മാറ്റി വയ്ക്കണം. മസാലകളെല്ലാം ഇത് ബീഫിൽ നന്നായിട്ട് പിടിക്കണം. 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഒരു 1/2 കപ്പ് വെള്ളമൊഴിച്ച് കുക്ക് ചെയ്തെടുക്കാം. ബീഫ് പെട്ടെന്ന് വേകണമെങ്കിൽ ഒരു ചെറിയ പീസ് പച്ച പപ്പായ ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ കുറച്ച് നാരങ്ങ നീരോ വിനീഗറോ ഏതെങ്കിലും ഒഴിച്ചാലും ബീഫ് പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു വിസില് വന്നിട്ടുണ്ട്. വിസില് വന്നതിന് ശേഷം 15 തൊട്ട് 20 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ കറക്റ്റ് ആയിട്ട് വെന്ത് കിട്ടും. വിസില് നന്നായിട്ട് പോയിട്ടുണ്ട്. 15 തൊട്ട് 20 മിനിറ്റ് വരെ തണുക്കാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷമാണ് കുക്കർ തുറക്കേണ്ടത്. അപ്പോൾ ആ പ്രഷറിലിരുന്ന് നന്നായിട്ട് വെന്ത് കിട്ടും. ബീഫ് വെന്തോന്ന് നോക്കാം. വലിയ പീസായിട്ട് കട്ട് ചെയ്യുന്നത് കൊണ്ട് കുറച്ച് സമയം കൂടുതൽ വേകാനായിട്ട് വേണ്ടി വരും. ഇതിപ്പോ കുറച്ചുകൂടി വേകാനുണ്ട്. ഒരു പ്രാവശ്യം കൂടി കുക്കർ അടച്ച് വിസിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ബീഫിന്റെ വേഗം അനുസരിച്ച് വേണം കുക്കർ തുറക്കാനായിട്ടുള്ള സമയം സെറ്റ് ചെയ്യേണ്ടത്. നല്ല പ്രഷറുള്ള കുക്കർ ആണെങ്കിൽ 15 തൊട്ട് 20 മിനിറ്റ് വരെ വെച്ചാൽ കറക്റ്റ് ആയിരിക്കും. നമ്മൾ വാങ്ങിക്കുന്ന ബീഫ് കുറച്ച് മുറ്റിയതാണെങ്കിൽ വേഗം കൂടുതലായിരിക്കും. ടെൻഡർ ആണെങ്കിൽ നമുക്ക് കറക്റ്റ് പരുവത്തിന് വെച്ചെടുക്കാൻ പറ്റും. എപ്പോഴും ടെൻഡർ ആയിട്ടുള്ള ബീഫ് ആയിരിക്കും ബീഫ് ബിരിയാണിക്ക് ഏറ്റവും നല്ലത്. സ്റ്റീമെല്ലാം നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് വെന്തോന്ന് നോക്കാം. ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ബീഫിന്റെ സ്റ്റോക്ക് 1 കപ്പോളം എടുത്ത് മാറ്റി വെക്കാം. ഇത് മസാല വഴറ്റുമ്പോൾ ആവശ്യം വരും. ഇനി നമുക്ക് ബീഫിനുള്ള മസാല തയ്യാറാക്കാം. പാൻ ചൂടായി 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഫാറ്റുള്ള ബീഫ് ആയതുകൊണ്ട് നമുക്ക് എണ്ണ കുറച്ച് ചേർത്താൽ മതി. എണ്ണ ചൂടായതിനു ശേഷം കടുകിട്ടു. 2 വറ്റൽമുളക് മുറിച്ചിട്ടു. 1 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പെരിഞ്ചീരകം ഇടുമ്പോൾ നല്ല ഫ്ലേവറാണ്. 1 തക്കോലം, 4 ഗ്രാമ്പു, 4 ഏലയ്ക്ക, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ചെറിയ ഗോൾഡൻ കളറിൽ വഴറ്റിയാലും മതി. കളർ ചെറുതായിട്ട് മാറി തുടങ്ങുമ്പോൾ 20 ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 സവാള കൂടി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് വഴറ്റി കൊടുക്കാം. ബീഫ് വേവിച്ചപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ധാരാളം ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മസാലയിൽ അത് ഞാൻ ചേർക്കുന്നില്ല. പകരം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മല്ലിപ്പൊടി ആദ്യം ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോഴതിൻ്റെ പച്ച ചുവയൊക്കെ മാറിക്കിട്ടും. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് വഴറ്റി കൊടുക്കാം. മുളക് പൊടി ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിലായിരിക്കണം. പൊടി അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. മുളക് പൊടി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് മാറ്റി വെച്ചിരുന്ന ബീഫിന്റെ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം. ഈ സ്റ്റോക്കിൽ വേണം മസാല നന്നായിട്ട് വെന്ത് എണ്ണ തെളിയേണ്ടത്. സ്റ്റോക്കിൽ മസാല വേവിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് കൂടി ചേർത്ത് കൊടുക്കാം. ബീഫും മസാലയും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. കുക്ക് ചെയ്ത് അതിൻ്റെ മസാലയൊന്ന് വറ്റി എണ്ണ തെളിയുന്നത് വരെ കുക്ക് ചെയ്യണം. നന്നായിട്ട് വെന്ത ബീഫ് ആയതുകൊണ്ട് ഓവർ കുക്ക് ആവണ്ട.
ബീഫ് മസാല റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കണം. നമ്മുടെ ബീഫ് കറി കുറച്ച് ലൂസായിട്ട് വേണം ഇറക്കി വെക്കേണ്ടത്. ഇതുപോലെ സെമി ഗ്രേവി പരുവത്തിൽ ഇറക്കി വെക്കണം. കുറച്ച് ഗരം മസാലയോ അതല്ലെങ്കിൽ കുറച്ച് ബീഫ് മസാലയോ ചേർത്ത് കൊടുക്കാം. ഇനി ബീഫിൽ ചേർക്കാനായിട്ട് തേങ്ങ വറുത്തെടുക്കാം. അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. തേങ്ങ ചെറുതായിട്ട് തിരികെടുക്കണം. ചെറുതായിട്ട് തിരികുമ്പോൾ നമുക്ക് വറുത്തെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. അതല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അങ്ങനെ ആകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. എല്ലാം ഒരുപോലെ വറുത്തെടുക്കാൻ പറ്റും. തേങ്ങ ചെറുതായിട്ട് ചൂടായതിന് ശേഷം 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്താലും മതി. നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം. നെയ്യ് ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഇനി കുറച്ച് ഫ്രഷ് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിലായിരിക്കണം. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുകയും വേണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് തേങ്ങ കരിഞ്ഞു പോകും. തേങ്ങ കറക്റ്റായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ കളറിലാണ് തേങ്ങ വറുത്തെടുക്കേണ്ടത്. തേങ്ങ വറുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിം ആയിരിക്കണം. കൈയെടുക്കാണ്ട് ഇളക്കി കൊടുക്കണം. തേങ്ങ വറുത്തതിന് ശേഷം നമ്മളൊരു പരന്ന പാത്രത്തിലോട്ട് തേങ്ങയൊന്ന് നിരത്തിയിടണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ തേങ്ങ വറുക്കുന്ന പാത്രത്തിൽ തന്നെ ഇരുന്നാൽ തേങ്ങ കൂടുതൽ മൂത്തുപോകും. അതുകൊണ്ടാണ് വേറൊരു പരന്ന പാത്രത്തിലോട്ട് തേങ്ങയൊന്ന് നിരത്തി ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞത്. ഇനി കപ്പ ബിരിയാണിക്ക് വേണ്ടി കപ്പ തയ്യാറാക്കി എടുക്കാം. കപ്പ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കണം. കപ്പ ഇതേപോലെ ഈ ഷേപ്പിൽ അരിഞ്ഞെടുക്കണം. തീരെ വലുതും ആകരുത് ചെറുതും ആകരുത്. ഇതുപോലെ അരിഞ്ഞെടുക്കാം. ഇതേപോലെ ചെറിയതായിട്ട് സ്ക്വയർ പീസിൽ ഇങ്ങനെയും അരിഞ്ഞെടുക്കാം. കപ്പ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കപ്പ നല്ല വേഗമുള്ളതും നല്ല ഉറപ്പുള്ളതും കട്ടിയുള്ളതും നോക്കി എടുക്കണം. പ്രത്യേകിച്ച് മഴക്കാലത്ത് കിട്ടുന്ന കപ്പ കുറച്ച് വേഗം കുറവായിരിക്കും. കപ്പയും നമുക്ക് കുക്കറിൽ തന്നെ വേവിച്ചെടുക്കാം. കപ്പ വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 ലിറ്റർ വെള്ളമാണ് ഒഴിക്കുന്നത്. 1 കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത്. അതിന് 2 ലിറ്റർ വെള്ളം ഒഴിക്കാം. കപ്പ മുങ്ങി കിടക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിക്കേണ്ടത്. വെള്ളം ഒന്ന് ചൂടായതിനു ശേഷം അരിഞ്ഞു വെച്ച കപ്പയെല്ലാം വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. കുക്കറിൽ കപ്പ വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കപ്പയുടെ വേഗ് ആദ്യം ഒന്ന് തിളച്ച് ഊറ്റിയതിന് ശേഷം കപ്പയുടെ വേഗ് കുറവാണെങ്കിൽ ഒന്നുകൂടി കപ്പ തിളപ്പിച്ച് ഊറ്റിയെടുക്കണം. 1 കിലോ ബീഫിന് 1.5 കിലോ കപ്പ വരെ എടുക്കാം. 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കപ്പ വേവിച്ച് ഊറ്റുന്നത് കൊണ്ട് ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. വിസില് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് തണുക്കാനായിട്ട് വെക്കാം. പെട്ടെന്ന് വേകുന്ന കപ്പയാണെങ്കിൽ 1 പ്രാവശ്യം തിളപ്പിച്ചൂറ്റിയാൽ മതി. വെള്ളം കൂടുതൽ വെച്ച് തിളപ്പിച്ചൂറ്റിയെടുക്കണം. ഇനി നമുക്ക് കപ്പ വെന്തോന്ന് നോക്കാം. കപ്പയുടെയും വേഗം അനുസരിച്ച് വേണം കുക്കറിന്റെ സമയം സെറ്റ് ചെയ്യേണ്ടത്. ചില കപ്പയ്ക്ക് വേഗ് കുറവായിരിക്കും, ചിലതിന് വേഗ് കൂടുതലായിരിക്കും. വേഗ് കൂടുതലുള്ള കപ്പയാണെങ്കിൽ 2 പ്രാവശ്യം തിളപ്പിച്ചൂറ്റിയെടുക്കണം. അതിന് കാരണം കപ്പയിൽ സൈനോജെനിക് ഗ്ലൂക്കോസൈഡുകൾ എന്ന കെമിക്കൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ്. കപ്പ 2 പ്രാവശ്യം തിളപ്പിച്ചൂറ്റുമ്പോൾ അത് ഒരുപാട് അതിന്റെ വിഷാംശം അതിനകത്തുനിന്ന് കുറഞ്ഞു കിട്ടും. കയ്പുള്ള കപ്പയിലാണ് ഇത് കൂടുതൽ കാണുന്നത്. പച്ചക്കപ്പ കഴിക്കരുതെന്ന് പറയുന്നത് ഈ ആസിഡ് അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ്. കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഊറ്റിയെടുക്കാം. ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നിങ്ങളുടെ വാല്യുബിൾ കമന്റ്സ് എല്ലാം അറിയിക്കണം. ഇനി നമുക്ക് കുക്ക് ചെയ്ത് വെച്ച കപ്പ കൂടി ബീഫിൽ ചേർത്ത് ഇളക്കി കൊടുക്കാം. കുറച്ച് പീസുകളൊന്ന് ഉടച്ചു കൊടുക്കണം. കുറച്ച് പീസ് ഉടയ്ക്കാതെ ഇരിക്കണം. ഇനി ഞാനൊരു സ്പെഷ്യൽ ലീഫ് ചേർക്കുകയാണ്, രമ്പയില. ഇതാണ് രമ്പയില. രമ്പയില എല്ലാ ബിരിയാണിക്കും ഒരു പ്രത്യേക ഫ്ലേവർ കൊടുക്കുന്നതാണ്. ചിക്കൻ ബിരിയാണിക്കായാലും ബീഫ് ബിരിയാണിക്കായാലും മട്ടൻ ബിരിയാണിക്കായാലും മല്ലിയിലയും പുതിനയിലയും ഇടുന്നതിനോടൊപ്പം രമ്പയില കൂടി ചേർത്താൽ അടിപൊളിയാണ്. രമ്പയില ഇവിടെ ഞാൻ നട്ടു വളർത്തുന്നതാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള രമ്പയിലയാണ്. രമ്പയില എടുത്ത് നമ്മളിപ്പോൾ മണപ്പിച്ച് നോക്കിയാൽ അതിനങ്ങനെ പ്രത്യേകിച്ച് മണമൊന്നുമില്ല. പക്ഷേ കറിയിലിടുമ്പോഴത്തേക്ക് അടിപൊളി മണമാണ്. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർക്കാം, അതല്ലെങ്കിൽ സവാള വറുത്ത് ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ തേങ്ങാക്കൊത്ത് വറുത്തിടാം. നമ്മുടെ എന്താണോ നമുക്ക് ഇഷ്ടമുള്ളത് അങ്ങനെ എല്ലാം ചെയ്ത് കൂടുതൽ നമുക്ക് ടേസ്റ്റി ആക്കി എടുക്കാം. സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നട്ട്സും കിസ്മിസും വറുത്തിടുന്നത് പോലെ കപ്പ ബിരിയാണിക്ക് നമുക്ക് നട്ട്സും കിസ്മിസും വറുത്തിട്ട് കൊടുക്കാം. കപ്പയും ബീഫും വറുത്ത തേങ്ങയും രമ്പയിലയും എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ എന്താ ഒരു മണം. ക്രഷ് ചെയ്ത നട്ട്സ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ലാസ്റ്റ് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. വിശേഷ അവസരങ്ങളിൽ ഇത് ഗസ്റ്റിനെല്ലാം കൊടുക്കാൻ നല്ലൊരു ഡിഷ് തന്നെയാണ്. ബീഫ് കഴിക്കുന്നവർക്ക് ഇത് വളരെ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കപ്പയും ബീഫും അല്ലേ, ബീഫ് നല്ല പ്രോട്ടീനാണ്, കപ്പയിൽ ഫുള്ള് കാർബോഹൈഡ്രേറ്റ് ആണ്. ഇത് നല്ലൊരു കോമ്പിനേഷൻ ഫുഡ് തന്നെയാണ്.
ഫൈനൽ ഡെക്കറേഷന് വേണ്ടി കുറച്ച് സവാള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. വേണമെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ബീഫ് കഴിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതൊന്ന് ഇഷ്ടമായാലൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് അറിയിക്കണം. ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക്